നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച കുറ്റകൃത്യ ട്രിബ്യൂണൽ. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്ന് കണ്ടെത്തൽ, കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി. പാർട്ടിയെ തകർക്കാൻ ശ്രമമെന്ന് ഷെയ്ഖ് ഹസീന. പ്രതിഷേധവുമായി അവാമി ലീഗ്. ഹസീന എവിടെയാണെങ്കിലും വിധി നടപ്പാക്കുമെന്ന് മുഹമ്മദ് യൂനിസ് സർക്കാർ. സ്ഥിതി നിരീക്ഷിച്ച ഇന്ത്യ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് തെളിവെടുപ്പ്. ദ്വാരപാലക ശില്പം, കട്ടളപ്പാളി എന്നിവ ഇളക്കി പ്രത്യേക മുറിയിലേക്ക് മാറ്റി പരിശോധിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഹൈക്കോടതി ഇടപെടൽ. അനാവശ്യ രാഷ്ട്രീയമെന്നും വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നും കോടതി. നിയമങ്ങളിലും കോടതിയിലും വിശ്വസിച്ച് മുന്നോട്ടെന്ന് വൈഷ്ണ. BLOയുടെ ആത്മഹത്യയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ഡൽഹി ഭീകരാക്രമണത്തിൽ അറസ്റ്റിലായ അമീർ റാഷിദ് അലി 10 ദിവസം NIA കസ്റ്റഡിയിൽ. ആക്രമണത്തിൽ അമീറിന് വലിയ പങ്കെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാൻ അവസരം തന്നാൽ അയൽ രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്നും ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമെന്നും മുന്നറിയിപ്പ്. പശ്ചിമബംഗാൾ രാജ്ഭവനിൽ നാടകീയ പരിശോധന. ഗവർണറുടെ നിർദ്ദേശത്തിൽ CRPFും ഡോഗ് സ്ക്വാഡും സംയുക്ത പരിശോധന നടത്തി. നടപടി രാജ്ഭവനിൽ ആയുധധാരികളായ അക്രമികളെ താമസിപ്പിക്കുന്നുവെന്ന ആരോപണത്തിനു പിന്നാലെ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM നേതാവ് ജ്യോതി ബാബുവിന് എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യം തള്ളി. വിചാരണ കോടതിയിലെ രേഖകളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷം ഉചിതമായ തീരുമാനമെന്നും കോടതി. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണൽ കോടതി. മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ, വിദ്യാർത്ഥികൾക്ക് നേരെ ഉൾപ്പെടെ ക്രൂരമായ കൊലപാതകങ്ങൾ, കലാപശ്രമം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് ട്രിബ്യൂണൽ. ഇത് തന്റെ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞു. ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് അവാമി ലീഗ്. എവിടെയാണെങ്കിലും വിധി നടപ്പാക്കുമെന്ന് മുഹമ്മദ് യൂനിസ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുമായി അങ്ങേയറ്റം സൗഹൃദം സ്ഥാപിച്ചിരുന്ന ബംഗ് ബന്ധു എന്ന് തന്നെ വിളിപ്പേരുണ്ടായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രിയപുത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ വർഷം ജൂലൈ 15-നും ഓഗസ്റ്റ് 15-നും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ അതിക്രൂരമായ കൊലപാതകങ്ങളടക്കം നടത്തി എന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഹസീനയുടെ കാലത്തെ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമലിനെതിരെയും പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജനറൽ ചൌധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവർക്കും കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ശിക്ഷാ പ്രഖ്യാപനത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം അവാമി ലീഗ് പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. തന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നതെന്നും എന്നാൽ അവർ കരുതും പോലെ അതത്ര എളുപ്പമല്ല എന്നോർത്താൽ നല്ലതെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശ് വീണ്ടും കലാപ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. വീഡിയോ സന്ദേശത്തിന് പിന്നാലെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ അവാമി പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിച്ചതായും സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിവയ്പുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2018 സംവരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതോടെ രാജ്യത്തിന് തികച്ചും അനഭിമതയായി തീർന്ന ഷെയ്ഖ് ഹസീന 2024 സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടു. പിന്നാലെ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടി. ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചുവെങ്കിലും രാഷ്ട്രീയ അഭയ ഉടമ്പടികളനുസരിച്ച് ഹസീനയെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് വിട്ടുകൊടുക്കാനോ വധശിക്ഷ നടപ്പിലാക്കാനോ കഴിയില്ല. എന്നാൽ ഷെയ്ഖ് ഹസീന എവിടെയാണെങ്കിലും വിധി നടപ്പാക്കുമെന്നാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കുന്നത്. നിലവിൽ മുഹമ്മദ് യൂനിസാണ് ബംഗ്ലാദേശിലെ സർക്കാരിന്റെ തലപ്പത്ത് എങ്കിൽ കൂടിയും കോടതികളുടെ അടക്കം യഥാർത്ഥ നിയന്ത്രണം ചില സ്ഥാപിത താൽപര്യക്കാരുടെ കൈവശമാണെന്ന ആരോപണം ശക്തമാണ്. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യത്ത് കാലുകുത്താനോ മത്സരിക്കാനോ കഴിയില്ല. ഇതോടെ അവാമി ലീഗിനെ മുച്ചൂടും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇടക്കാല സർക്കാർ നടത്തുന്നത്. എന്തായാലും അയൽരാജ്യത്തെ അശാന്തിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അതിക്രൂരമായ അടിച്ചമർത്തലിനാണ് ഷെയ്ഖ് ഹസീന ഉത്തരവിട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 1400 പേരിലേറെയാണ് സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്.
ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷാ വിധിയിൽ ആശ്വാസമെങ്കിലും ഒരിക്കലും മാപ്പർഹിക്കാത്ത കൊടും ക്രൂരതയാണ് തങ്ങളോട് ചെയ്തതെന്നാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. വർഷങ്ങളോളം നീണ്ടുനിന്ന അടിച്ചമർത്തലുകളുടെയും സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ വിയോജിപ്പിന്റെയും അസ്വസ്ഥതകളുടെയും പൊട്ടിത്തെറിയായിരുന്നു 2024 ജനകീയ പ്രക്ഷോഭങ്ങൾ. അഴിമതിയും ക്രമക്കേടുകളും പക്ഷപാത നിലപാടുകളുമെല്ലാം ബംഗ്ലാ ജനതയെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തിയിരുന്നുവെങ്കിലും പ്രതിഷേധങ്ങൾ വലിയ തലത്തിലേക്ക് രാജ്യവ്യാപകമായി തീർന്നത് 2018 സംവരണ സംവിധാനത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ വരുത്തിയ മാറ്റങ്ങളാണ് പൊട്ടിത്തെറിക്ക് തീകൊളുത്തിയത്. ബംഗ്ലാദേശിലുള്ള മുഴുവൻ സർക്കാർ ജോലികളിലെയും 30% സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സംവരണം ചെയ്തു. കൂടാതെ 10% സ്ത്രീകൾക്ക്, 10% പിന്നാക്ക വിഭാഗങ്ങൾക്ക്, 5% നേറ്റീവ് കമ്മ്യൂണിറ്റി വിഭാഗങ്ങൾക്കും 1% ഭിന്നശേഷി വിഭാഗത്തിനുമായി വിഭജിച്ചു. ബാക്കി 46% കോട്ടയാക്കി. ഈ ക്വാട്ട സംവിധാനത്തിലൂടെ അവാമി ലീഗിലുള്ള പാർട്ടി പ്രവർത്തകർക്കാണ് കൂടുതൽ സർക്കാർ ജോലികൾ കിട്ടുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധങ്ങളെ സംവരണാനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിലൂടെ ഷെയ്ഖ് ഹസീന സർക്കാർ നേരിട്ടു. എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും രാജ്യത്ത് പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളടക്കമുള്ളവരെ നിഷ്ഠൂരം കൊലപ്പെടുത്തി. സംവരണം വെട്ടിക്കുറച്ച നടപടി ശരിയല്ല എന്നും 30% സംവരണം തിരിച്ചുകൊണ്ടുവരണമെന്നും ബംഗ്ലാദേശ് ഹൈക്കോടതി ഉത്തരവിട്ടുവെങ്കിലും ഹസീന സർക്കാർ അത് മുഖവിലക്കെടുത്തില്ല. കൂടുതൽ ആളുകൾ സർക്കാരിനെതിരെ രംഗത്തിറങ്ങാതിരിക്കാൻ പ്രതിഷേധക്കാരെ പീഡിപ്പിക്കുന്നതടക്കമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചു. കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളുടെ കൊലപാതകം ബംഗ്ലാദേശ് ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പ്രതിഷേധങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോഴാണ് 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന അധികാരം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഒരു വർഷക്കാലത്തിലേറെയായിട്ടും ഷെയ്ഖ് ഹസീനയോ അവാമി ലീഗോ തങ്ങളുടെ ചെയ്തികളിൽ ഒരു തവണ പോലും പശ്ചാത്താപം പ്രകടിപ്പിച്ചില്ല എന്നത് ബംഗ്ലാ ജനതയെ ചൊടിപ്പിക്കുന്നു. ഹസീനയുടെ വധശിക്ഷയിലൂടെ മാത്രമേ തങ്ങൾക്ക് നീതി നടപ്പാകൂ എന്ന് വിശ്വസിക്കുന്ന ജനത പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യമുയർത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച ഉത്തരവിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ട്രിബ്യൂണൽ വിധി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5 രാജ്യവ്യാപകമായി നടന്ന വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതു മുതൽ ഷെയ്ഖ് ഹസീന ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവരെ കൈമാറണമെന്ന് ധാക്ക ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇന്ത്യ അതനുസരിക്കാൻ തയ്യാറായിട്ടില്ല. രാജ്യങ്ങൾക്കുമിടയിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി ഉണ്ടെങ്കിലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് സങ്കീർണമായ സാഹചര്യമാണ്. ഹസീനയ്ക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണങ്ങളും വധശിക്ഷാ വിധി വന്ന പശ്ചാത്തലത്തിൽ അവരുടെ വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും കേന്ദ്ര സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. അടുത്തിടെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ഹസീനയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത്. അതേസമയം മാർച്ചിൽ ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കുന്നുവെന്നും ജനവിധിക്ക് ശേഷം ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും അതിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഹസീനയുടെ രാഷ്ട്രീയ അഭയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പലപ്പോഴും വ്യക്തമായ രീതിയിലല്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുള്ളത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിയമപരമായ വിഷയങ്ങളായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2 അയൽരാജ്യങ്ങൾക്കിടയിൽ കൂടിയാലോചനകൾക്കു ശേഷം പ്രതികരിക്കാമെന്നാണ് വിക്രം മിശ്രിയുടെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന സന്നിധാനത്ത് തുടരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും പരിശുദ്ധിയുമാണ് പരിശോധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾ കടത്തിയ സ്വർണത്തിന്റെയും ശബരിമലയിൽ വിജയ് മല്യ 2009 പൊതിഞ്ഞ സ്വർണത്തിന്റെയും അളവും തൂക്കവും പരിശുദ്ധിയും താരതമ്യം ചെയ്ത് കൃത്യമായ വിവരം കണ്ടെത്തി രേഖപ്പെടുത്തുന്നതിനാണ് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിദഗ്ധരുമായി ശബരിമലയിലെ ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിച്ചത്. ആദ്യം ശ്രീകോവിലിന്റെ ഭിത്തിയുടെ മൂലകളിലെ തൂണുകളിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളാണ് ഇളക്കിയത്. തുടർന്ന് കട്ടിളയുടെ പാളികളും ഇളക്കി മാറ്റി തൂക്കവും പരിശുദ്ധിയും പരിശോധിച്ചു. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠവും ഇളക്കി മാറ്റി പരിശോധന നടത്തി. സന്നിധാനത്ത് പ്രത്യേക മുറി സജ്ജീകരിച്ചായിരുന്നു പരിശോധന. കേസിൽ നിർണായക തെളിവാകുന്ന പരിശോധന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. ഗോൾഡ് സ്മിത്ത് വിദഗ്ധരാണ് പരിശോധന നടത്തിയത്. പരിശോധനയുടെ വിവരങ്ങൾ അടുത്ത ദിവസം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. മുൻപ് തെറ്റ് നടന്നു എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ സമ്മതിച്ചു. ദുഷ്ടലാക്കുള്ള ഇത്തരക്കാരെ പുറത്താക്കണം. ശബരിമലയിൽ കുടിവെള്ളവും ഭക്ഷണവും പോലും ലഭിക്കുന്നില്ല എന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.
കഴിഞ്ഞ കുറേ നാളുകളോളമായി നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഭരണകർത്താക്കൾ, ദേവസ്വം ബോർഡ് അധികാരികൾ, സർക്കാർ എല്ലാവരും നിതാന്ത ജാഗ്രതയോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര നടപടികൾ, ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ ഇവിടെ നടന്നത് തെറ്റുകളായിരുന്നു എന്നാണ്. ആ തെറ്റുകൾ ചെയ്തവരെ പിടികൂടണം. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരിച്ച ദേവസ്വം ബോർഡുകളെല്ലാം തെറ്റ് ചെയ്തവരാണ്. ആ തെറ്റ് ചെയ്തവരെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് KSRTC കാണിക്കുന്നത് അനീതിയാണ്. വളരെ കൂടുതൽ തുക ഈടാക്കുകയാണ്. നിലയ്ക്കൽ നിന്നും പമ്പ് വരെ 50 രൂപ, 150 രൂപ ചെങ്ങന്നൂരിൽ നിന്ന് ഈടാക്കും. ഈ സ്പെഷ്യൽ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓർഡിനറി വണ്ടി ഓടിക്കുകയും വലിയ ചാർജ്, എക്സ്പ്രസിൻ്റെയും സൂപ്പർ ഫാസ്റ്റിൻ്റെയും ഒക്കെ ചാർജ് ഈടാക്കുകയും ഒക്കെ ചെയ്യുന്ന അനീതി എന്തിനാണ്? ഏതായിരുന്നാലും ശബരിമല സീസൺ കാലത്ത് ഇത്രയധികം പണം കിട്ടുന്നുണ്ട്. KSRTCയും എൽസിറ്റി ബോർഡും എല്ലാം ഈ ഒരു കറവ പശുവിനെ പോലെയാണ് ഈ ശബരിമലയെ കാണുന്നത്. മക്കയിൽ വാഹനാപകടത്തിൽ 42 മരണമെന്ന റിപ്പോർട്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യക്കാർ യാത്ര ചെയ്തിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് എന്നാണ് വിവരം. ഈ സംഘത്തിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:30യോടെയായിരുന്നു അപകടമുണ്ടായത്. മദീനയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെ മുഹറാസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ബസ്സിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. 11 സ്ത്രീകളും 10 കുട്ടികളാണ് മരിച്ചതെന്നാണ് അനൌദ്യോഗിക വിവരം. അപകടത്തിൽ 25-കാരൻ അബ്ദുൾ ഷുഐബ് മുഹമ്മദ് രക്ഷപ്പെട്ടു എന്നാണ് വിവരം. അദ്ദേഹം ചികിത്സയിലാണ്. സൗദി സിവിൽ ഡിഫൻസ് എത്തി തീയണച്ചു. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. തിരിച്ചറിയൽ നടപടികൾക്ക് കൂടുതൽ സമയമെടുത്തേക്കും. മൃതദേഹങ്ങളെല്ലാം മദീന കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ്. എല്ലാ സഹായവുമായി മലയാളി സാമൂഹിക പ്രവർത്തകർ മദീനയിലെ ആശുപത്രിയിലുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന CPM നേതാവ് ജ്യോതി ബാബുവിന് എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ല എന്ന് സുപ്രീംകോടതി. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിലെ രേഖകളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷം മാത്രമേ ഉചിതമായ തീരുമാനമെടുക്കാനാകൂ എന്നാണ് കോടതി പറയുന്നത്. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ 12ാം പ്രതിയാണ് CPM കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബു. വിചാരണ കോടതി വെറുതെ വിട്ട ജ്യോതി ബാബുവിനെ KK രമയുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കേസിലെ ഗൂഢാലോചനയിൽ പ്രതിയാണ് ജ്യോതി ബാബു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജ്യോതി ബാബു സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ ജ്യോതി ബാബുവിന് എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ല എന്നും വിചാരണ കോടതിയിലെ രേഖകളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷം മാത്രമേ ജാമ്യാപേക്ഷയിൽ ഉചിതമായ തീരുമാനം എടുക്കാനാകൂവെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ തവണ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ സർക്കാർ എതിർപ്പ് അറിയിച്ചിരുന്നില്ല. പ്രതികൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നതെന്ന് ടി.പിയുടെ ഭാര്യയും MLAയുമായ KK രമ കോടതിയിൽ പറഞ്ഞിരുന്നു. കേസിൽ സർക്കാർ നിലപാട് പറയാതെ ഒളിച്ചു കളിക്കുകയാണെന്ന് ഇന്ന് KK രമയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. എന്നാൽ ആരോപണം ഗ്യാലറിക്ക് വേണ്ടിയുള്ളതാണെന്നും സർക്കാർ അഭിഭാഷകൻ മറുപടി നൽകി. തുടർന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് ഉണ്ടായത്. ജ്യോതി ബാബുവിന് ജാമ്യം നൽകുന്നത് അപകടകരമാണെന്ന് വ്യക്തമാക്കി രമ സത്യവാങ്മൂലം നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി മോശമാകുകയാണെന്നും ഡയാലിസിസിന് വിധേയനാകണമെന്നും ജ്യോതി ബാബു കോടതിയെ അറിയിച്ചു. എന്നാൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കാനാകില്ലെന്നും ഇടക്കാല ജാമ്യം അനുവദിക്കാനാകില്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ജാമ്യാപേക്ഷ സുപ്രീം കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാറിൽ പുതിയ മന്ത്രിസഭ വ്യാഴാഴ്ച അധികാരമേൽക്കും. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് രാജി സമർപ്പിച്ചു. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേൽക്കുമ്പോൾ 3 ഉപമുഖ്യമന്ത്രിമാർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച LJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കും. HAM, RLM എന്നീ പാർട്ടികൾക്ക് MLAമാരുടെ എണ്ണം അനുസരിച്ച് മന്ത്രിപദവി നൽകും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിലവിലെ മന്ത്രിസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചതിനൊപ്പം പുതിയ സർക്കാർ രൂപീകരണ അവകാശവാദവും നിതീഷ് കുമാർ ഗവർണറെ കണ്ടറിയിച്ചു. 19-ന് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിറക്കും. നിലവിലെ തീരുമാനപ്രകാരം വ്യാഴാഴ്ച നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ,
BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഗാന്ധി മൈതാനത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പറഞ്ഞു. നിലവിലെ ധാരണ പ്രകാരം 3 ഉപമുഖ്യമന്ത്രിമാർ മന്ത്രിസഭയിൽ ഉണ്ടായേക്കും. കഴിഞ്ഞ തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും BJP നേതാക്കളായ വിജയ്കുമാർ സിൻഹ, സാമ്രാജ് ചൌധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരുമായിരുന്നു. ഇത്തവണ LJP-യിൽ നിന്നുകൂടി ഒരു ഉപമുഖ്യമന്ത്രി എത്തും. കഴിഞ്ഞ മന്ത്രിസഭയിൽ 36 പേരാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് 8 മാസം മുൻപാണ് 7 പേരെ കൂടി ഉൾപ്പെടുത്തിയത്. ഇത്തവണ ഘടകകക്ഷികൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന ഉറപ്പാണ്. മുഖ്യമന്ത്രി പദത്തിന് നിലവിൽ സമയപരിധി നിശ്ചയിക്കില്ല എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും BJP മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്താണ് BJP കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുള്ളത്. RLM, HAM എന്നിവർക്ക് MLA-മാരുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും മന്ത്രിപദം നൽകുക. 6 MLA-മാർക്ക് ഒരു മന്ത്രി പദവി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ധാരണ. അതുകൊണ്ട് തന്നെ ഒന്നിലധികം മന്ത്രിപദം RLM, HAM എന്നിവർക്ക് ലഭിക്കാനിടയില്ല. അതിനിടെ RJD-യുടെ നേതൃയോഗം ചേർന്ന തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചു. മികച്ച പ്രതിപക്ഷമായി സംസ്ഥാനത്ത് നിലകൊള്ളുമെന്ന് RJD നേതാക്കൾ പറഞ്ഞു. മഹാസഖ്യം വിജയത്തിലേക്കെത്തിയില്ലെന്നും BJP പണം കൊണ്ട് അധികാരം പിടിച്ചെടുത്തുവെന്നും VIP നേതാവ് മുകേഷ് സാഹ്നി പറഞ്ഞു. 2029-ലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട അമീർ റാഷിദ് അലിയെ 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. ആക്രമണത്തിൽ അമീറിന് വലിയ പങ്കുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. അതേസമയം പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തി. പാകിസ്ഥാൻ അവസരം തന്നാൽ അയൽ രാജ്യങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹി ഭീകരാക്രമണത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ഉമർ നബിക്ക് വേണ്ടി കാർ വാങ്ങിയ ജമ്മുകശ്മീർ പാമ്പോർ സ്വദേശി അമീർ റാഷിദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ റാഷിദ് അലിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് റഷീദ് അലി ഡൽഹിയിലെത്തി കാർ വാങ്ങി കൈമാറിയതെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. റഷീദ് വാങ്ങിയ i20 വാഹനം ഉപയോഗിച്ചാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയത്. 13 ജീവനുകളാണ് ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത്. റഷീദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ടെന്നും മുഖ്യ സൂത്രധാരനിലേക്ക് എത്താൻ റഷീദിനെ കസ്റ്റഡിയിൽ വേണമെന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുസഫർ അഹമ്മദ് റാത്തൂർ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ NIA-യുടെ കസ്റ്റഡിയിലുള്ള ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരനാണ് ഡോക്ടർ മുസഫർ. ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നാണ് വിവരം. പദ്ധതികൾ ആസൂത്രണം ചെയ്ത ശേഷം ഓഗസ്റ്റ് അവസാനത്തോടെ ഇയാൾ രാജ്യം വിട്ടുവെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ നബി, നിലവിൽ അറസ്റ്റിലായ അൽഫലാ സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മൽ ഷെയ്ഖ് എന്നിവർ മുസഫറിനൊപ്പം തുർക്കി സന്ദർശിച്ചിരുന്നു. ഇവിടെ വെച്ച് ഭീകരവാദ സംഘടനയുടെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനമെന്നും സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർമാർ അറസ്റ്റിലായതാണ് നിർണായകമായതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഡോക്ടർ ഷെഹിൻ സെയ്ദാണ് ആക്രമണത്തിന് കൂടുതൽ നിർദ്ദേശങ്ങളും പദ്ധതികളും ഒരുക്കിയത്. ലഷ്കർ ഇ തോയ്ബയുമായി ഷെഹിൻ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. സ്ഫോടനത്തിന് സഹായം നൽകിയ നിരവധി ആളുകളെ ഇനിയും പിടികൂടാനുണ്ട്. അതിനിടെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തി. ഒരു അവസരം തന്നാൽ അയൽ രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമാണെന്നും വലിയ തിരിച്ചടികൾ നൽകാൻ രാജ്യം സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഭീഷണിക്കും മുന്നിൽ രാജ്യം കീഴടങ്ങില്ല എന്നും ഭീകരവാദികളെയും അവരെ സഹായിക്കുന്നവരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി. ജമ്മു കശ്മീരിനെ സുരക്ഷിതമാക്കുമെന്ന് പറഞ്ഞവർക്ക് രാജ്യതലസ്ഥാനമായ ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് മെഹബൂബ പറഞ്ഞു. ശരിയായ എത്ര ദേശീയവാദികൾ കേന്ദ്ര സർക്കാരിൽ ഉണ്ട് എന്നത് സംശയമാണ്. വോട്ടിനു വേണ്ടിയാണ് BJP ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മെഹബൂബ കുറ്റപ്പെടുത്തി. अगर कहीं पानी नहीं होता तो लोग सड़क पे निकलते हैं तो उनको भी SHO जाता है, कहता है अंदर जाओ नहीं तो PSA लगा दूंगा. हर चीज के लिए PSA, हर चीज के लिए UNPA. ये जो दहशत का माहौल आपने बनाया, आपने दुनिया को बोला कश्मीर में सब ठीक हो गया, मगर अब देखिए कश्मीर का मुसीबत जो हमारी थी वो परसों रेड फोर्ट, लाल किले के सामने बोल पड़ी.
കണ്ണൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിൽ സംസ്ഥാന വ്യാപകമായി BLOമാരുടെ പ്രതിഷേധം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും ജില്ലാ വരണാധികാരികളുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. അനീഷിന്റെ ആത്മഹത്യയിൽ CPMനും പങ്കുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കണ്ണൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനൊപ്പം സംസ്ഥാന വ്യാപകമായി BLOമാർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് കഴുത്തിൽ കുരുക്കുമുറുക്കിയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. NGO അസോസിയേഷന്റെ പ്രതിഷേധം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയനും ജോയിന്റ് കൗൺസിലും സംയുക്തമായി നടത്തിയ മാർച്ചിലും നിരവധി ജീവനക്കാർ പങ്കെടുത്തു. കോഴിക്കോട് കലക്ടറേറ്റിൽ NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചേവായൂർ വില്ലേജ് പരിധിയിലെ BLOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. BLOയുടെ ആത്മഹത്യയിലും ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിനുമെതിരെ ഇടത് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറേറ്റിൽ പ്രതിഷേധം നടന്നു. BLOയുടെ ആത്മഹത്യയിൽ CPMന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. അതിൽ CPM പ്രവർത്തകരുടെ പങ്ക് കൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിന്റെ BLOയെ ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. BLOമാർക്ക് മേൽ രാഷ്ട്രീയ പക്ഷാപാത സമ്മർദ്ദമുണ്ടെന്നും SIRലെ നിലവിലെ നടപടികൾ പ്രായോഗികമല്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹത്തിന് ജോലി ഭാരം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ BLA കൂടെ കൂട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ CPMന്റെ BLA ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ ജോലി ഭാരത്തിൻ്റെ ടെൻഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഭീഷണിയുമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. ആ സംഭവം ഏറെ പ്രതിഷേധാർഹമാണ്. അതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം വേണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ എറണാകുളത്തും പ്രതിഷേധം. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലേക്ക് BLOമാർ പ്രതിഷേധ പ്രകടനം നടത്തി. ആക്ഷൻ കൗൺസിൽ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി D ബിനിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ഈ മാസം 20-നുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും സത്യം ജയിക്കുമെന്നും വൈഷ്ണ പ്രതികരിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. വോട്ടർ പട്ടികയിൽ നിന്നും പേരുവെട്ടിയ നടപടിയെ വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്നും വ്യക്തമാക്കി. വൈഷ്ണ സുരേഷിനെതിരെ പരാതി നൽകിയ CPMന്റെ നടപടിയെയാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഈ മാസം 20-നകം കേസ് തീർപ്പാക്കണമെന്നും വൈഷ്ണ നൽകിയ അപ്പീലിൽ 2 ദിവസത്തിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതിയിലും നിയമങ്ങളിലും വിശ്വസിച്ച് മുന്നോട്ടു പോകുമെന്നായിരുന്നു വൈഷ്ണ സുരേഷ് പ്രതികരിച്ചത്. അനുകൂലമായിട്ടൊരു വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം. കോടതിയുടെ നിർദ്ദേശങ്ങൾ CPMനുള്ള താക്കീതാണെന്നും വൈഷ്ണ സുരേഷിനെ കേരളമാകെ ഏറ്റെടുത്തുവെന്നും കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ പറഞ്ഞു. എന്തായാലും ഒരു നന്ദി ഞാൻ ഇത് ചെയ്ത ആളുകളോട് പറയുകയാണ്. ഇത് കാരണം മുട്ടടയും തിരുവനന്തപുരം മാത്രം അണിഞ്ഞിരുന്ന വൈഷ്ണയെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണയുടെയാണ്. വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിൽ CPMന് പങ്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി V ജോയ് പ്രതികരിച്ചു. വെട്ടിയതുമായി CPMന് ഒരു ബന്ധവുമില്ല. ഇലക്ഷൻ കമ്മീഷനാണ് ആ തീരുമാനമെടുത്തത്. അത് ഞങ്ങൾ ഒരു കള്ള വോട്ടിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വോട്ട് വിവാദത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് CPM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനീഷ് കുമാർ പരാതി നൽകി. വൈഷ്ണയുടെ പരാതിയിൽ ഹിയറിംഗിന് വിളിക്കുമ്പോൾ തന്റെ ഭാഗം കൂടി കേൾക്കാതെ അന്തിമ തീരുമാനം സ്വീകരിക്കരുതെന്ന് ധനീഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് BJP പ്രവർത്തകൻ ആനന്ദ് K തമ്പിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആനന്ദിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പൂജപ്പുര പോലീസിന്റെ നീക്കം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP പ്രവർത്തകനായിരുന്ന ആനന്ദ് K തമ്പി ജീവനൊടുക്കിയ സംഭവം BJPയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.
BJP ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ, കൃഷ്ണകുമാർ, രാജേഷ് എന്നിവരടക്കം ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പൂജപ്പുര പോലീസിന്റെ നീക്കം. ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവ് കണ്ടെത്താനാകുമോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. തെളിവ് ലഭിച്ചാൽ BJP നേതാക്കളെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രതി ചേർക്കും. ആനന്ദ് കെ തമ്പിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് BJPയിൽ 2 ആത്മഹത്യകൾ നടന്ന കാര്യം ചൂണ്ടിക്കാട്ടി BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സാമ്പത്തികമായ ഗുരുതര ആരോപണങ്ങളാണ് നേതാക്കൾക്കെതിരെ ഉയരുന്നതെന്നും MS കുമാർ അടക്കം ഗൗരവമായ ആരോപണം ഉന്നയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJPയിൽ നടക്കുന്നത് ഇപ്പോൾ 2 ആത്മഹത്യകൾ കഴിഞ്ഞു. BJP പ്രവർത്തകരുടെ 3ാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു. ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് വളരെ കരിനിഴൽ വീണ BJP നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഏർപ്പാടുകൾ BJP നേതാക്കൾ നടത്തിയതാണ് ഈ 2 ആത്മഹത്യ ചെയ്തവർ 2 പേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകനായിരുന്ന ആനന്ദ് കെ തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടി വീട്ടിലെത്തി. കടകംപള്ളി സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി V ജോയ്, M വിജയകുമാർ തുടങ്ങിയവരും വീട് സന്ദർശിച്ചു. BJP RSSന്റെ നേതൃത്വത്തിൽ ഉള്ള ഭീഷണിയുടെ ഫലമായി നിരവധി ആൾക്കാർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തോടുള്ള ഒരു ഞങ്ങളും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മണ്ഡലത്തിലാണ് നടന്നിരിക്കുന്നത്. ആ നിലയിലാണ് ഞങ്ങളിവിടെ സന്ദർശിച്ചത്. മണ്ണ് മാഫിയയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ചാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ ആനന്ദിനെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി മുതിർന്ന BJP നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ആനന്ദ് BJP പ്രവർത്തകനല്ലെന്ന വാദമുഖങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPയെ പ്രതിരോധത്തിലാക്കാനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ എറണാകുളം കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ A ഗ്രൂപ്പും KC ഗ്രൂപ്പും രംഗത്ത് വന്നു. കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് തർക്കം. ഷിയാസിനെതിരെ KPCCക്കും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും പരാതി നൽകാനാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ അബ്ദുൾ ജബ്ബാറിന്റെ തീരുമാനം. LDF തദ്ദേശ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഗേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ വിഭാവനം ചെയ്യുന്നതാണ് LDF മാനിഫെസ്റ്റോ. ഓരോ മേഖലയിലും സ്വീകരിക്കേണ്ട കർമ്മ പദ്ധതികളെപ്പറ്റി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനി കേരളം പുറകോട്ടു പോകില്ല. അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുടെ ഭാവി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു പോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാപനാടിസ്ഥാനത്തിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ഓരോ സ്ഥാപനാടിസ്ഥാനത്തിലും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ ഓരോ ഭരണസമിതി, ഇപ്പോൾ നിലവിലുള്ള ഓരോ സംവിധാനവും പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഇതാണ് ഈ മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധനയാണ്. അവിടെ നിന്നും തത്സമയം. ದರ್ಶನ ಮಾಡಿ ಸ್ವಾಮಿದು ಅಲ್ಲೇ ಪಕ್ಕದಲ್ಲಿರ್ತಕ್ಕಂಥ ಅಮ್ಮನ ದೇವಸ್ಥಾನ ಕಾಯಿ ಉಳಿಸ್ತಾರಲ್ಲ, ಅಲ್ಲಿ ಬಂದು ನಿಂತಿರಿ. ನಾನು ಅಲ್ಲೇ ಇದ್ದೀನಿ, ಕಾಯ್ತಾ ಇದ್ದೀನಿ. ಯೇಸು ಸ್ವಾಮಿ, ಪವನ್ ಸ್ವಾಮಿ. உங்களுக்கான காத்து
ഭീകരമാകുവാൻ திருவண்ணாமலை மாவட்டம் அந்தவாசி வட்டம் பழவேரி கிராமம் முருகம்மாள் 18 படி அருகில் வரும் முருகம்மாள் 18 படி அருகில் வரும் ലൈവെടുക്കാലോ. ഒരു മിനിറ്റ്. ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. നേരത്തെ പറയണം. ശബരിമലയിൽ ദീപാരാധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. തീർത്ഥാടന കാലത്തിന് തുടക്കമായത് മുതൽ ആദ്യ ദിവസം തന്നെ വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ ദീപാരാധന ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. രജിത്ത് ചേരുകയാണ്. രജിത്ത്, അല്പസമയത്തിനകം തന്നെ ദീപാരാധന ആരംഭിക്കുമോ? വലിയ തിരക്കാണല്ലോ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഉച്ചയ്ക്ക് 3 മണി വരെ 55,000-ഓളം അയ്യപ്പ ഭക്തരാണ് ഇതുവരെ ശബരിമലയിൽ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. അല്പസമയം മുമ്പ് ശബരിമലയിൽ പ്രത്യേക ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുഷ്പാഭിഷേകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡ് കൃത്യമായി തന്നെ വേണ്ട സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് എല്ലാ ദിവസവും 70,000-ഓളം പേർ ബുക്ക് ചെയ്ത് തന്നെ ദർശനം നടത്താനുള്ള സൗകര്യം ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ 70,000 പേർ വെർച്വൽ ക്യൂ വഴിയും 20,000-ഓളം പേർ അല്ലാതെ സ്പോട്ട് ബുക്കിംഗ് ആയും ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നുണ്ട്. ആകെ 90,000-ഓളം അയ്യപ്പ ഭക്തരെയാണ് ശബരിമലയിൽ ഒരു ദിവസം ദർശനത്തിന് അനുവദിക്കുന്നത്. നിലവിൽ അടുത്ത മാസം 2-ാം തീയതി വരെ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് നിലവിൽ ദർശനത്തിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടേക്ക് എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ദർശനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ അയ്യപ്പ ഭക്തർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അയ്യപ്പ ഭക്തർക്ക് ക്യൂ കോംപ്ലക്സിലൂടെ കൃത്യമായി ഇടവേളകൾ വിട്ടുകൊണ്ട് ക്യൂ കോംപ്ലക്സിലൂടെയാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. ഒപ്പം തന്നെ പമ്പയിൽ നിന്നടക്കം അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നതിനും ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൃത്യമായി തന്നെ ശബരിമലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അയ്യപ്പ ഭക്തരെ ഇവിടേക്ക് കടത്തിവിട്ട് വേഗത്തിൽ ദർശനം നടത്തി തിരികെ പോകുന്നതിനുള്ള സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ആവശ്യമായ പോലീസുകാരെയും ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ആദ്യ ദിവസമായ രാവിലെ മരക്കൂട്ടത്തിലടക്കം അയ്യപ്പ ഭക്തർക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസുകാരുടെ ഒരു
കുറവ് ഉണ്ടായിരുന്നുവെങ്കിലും അവ കൂടി പരിഹരിച്ചുകൊണ്ട് കൃത്യമായി അയ്യപ്പ ഭക്തർക്ക് ദർശനം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ പുതിയ മേൽശാന്തിമാരാണ് വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ നട തുറന്നത്. അതിനുശേഷം ആദ്യം നടന്ന നെയ്യഭിഷേകം, തുടർന്ന് നടന്ന നെയ്യഭിഷേകം രാഷ്ട്രപതിയുടെ പേരിലുള്ള നെയ്യഭിഷേകമായിരുന്നു ആദ്യം നടന്നത്. കഴിഞ്ഞ മാസം ശബരിമലയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു നെയ്യഭിഷേകത്തിന് അടക്കം നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, സുരക്ഷാ ക്രമീകരണങ്ങളാൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് വൃശ്ചിക പുലരിയിൽ ആദ്യം നെയ്യഭിഷേകം നടത്തിയത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പേരിലുള്ള നെയ്യഭിഷേകമാണ് ഇന്ന് നടന്നത്. തുടർന്നാണ് മറ്റ് അയ്യപ്പ ഭക്തരുടെ ടോക്കൺ മുഖാന്തരമുള്ള നെയ്യഭിഷേകങ്ങൾ തുടർന്നു വന്നത്. അത്തരത്തിൽ ശബരിമലയിൽ ഇന്നു മുതലാണ് പൂജാ കർമ്മങ്ങളും ഒപ്പം തന്നെ പ്രത്യേക പൂജാ രീതികളും ഒക്കെയും തന്നെ ആരംഭിച്ചിരിക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ഇനി മണ്ഡലപൂജ സമാപിക്കുന്നിടം വരെ ഇത്തരത്തിൽ ശബരിമലയിലെ പ്രത്യേക ചടങ്ങുകൾ തുടരുക തന്നെ ചെയ്യും. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ഇന്ന് നട തുറന്നതോടുകൂടി അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇനി വരും ദിവസങ്ങളിലും വർദ്ധിച്ചു തന്നെയായിരിക്കും ഉണ്ടാവുക. ശ്രീജ. ശരി രജിത്ത്, സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമായിരുന്നു. ആദ്യ ദിവസം തന്നെ, തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത്ത്.